വാലും തലയും. വിലവർദ്ധനയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പൊ പെട്രോളിന് എല്ലാത്തിനും വില കൂടുന്നുണ്ട്. എന്തായാലും ഡ്രസ്സിന് വില കൂടരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. ഡ്രസ്സിന് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ ഡ്രസ്സിന്റെ വില കൂടിയിട്ട് ഞാൻ നായികമാർക്ക് ചെറിയ ചെറിയ ഡ്രസ്സൊക്കെയാ കൊടുക്കുന്നത്. ഇനിയും ഡ്രസ്സിന്റെ മോഹൻലാലിന്റെയും അമിതാഭ് ബച്ചന്റെ കൂടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് ഇന്ത്യയിലെയും എവിടത്തെ നോക്കിയാലും ഒരു നായകനോട് 1, 2, 3, 4 നായകന്മാർ അഭിനയിച്ചിരിക്കും. പക്ഷെ 8 നായകന്മാരുടെ കൂടെ അല്ല 8 നായികമാരുടെ കൂടെ അഭിനയിച്ച ഒരാളാണ്. ഒരു ഭാഗ്യം തന്നെയല്ലേ അത്? അങ്ങനെ സത്യത്തിൽ ഭാഗ്യമല്ലേ? നായികമാരുടെ നിർഭാഗ്യം അതവര് പറയൂ. പക്ഷെ 8 ഗാനങ്ങൾ അങ്ങനെയാണല്ലോ. 8 ഗാനങ്ങൾ അതാണ് അതിന്റെ ഏറ്റവും 8 ഗാനങ്ങൾ, 8 നായികമാർ, 8. ഇപ്പൊ ജിത്തുബായി എന്ന ചോക്ലേറ്റ് ബായിലും 8 ഗാനങ്ങളാണ്. ജിത്തുബായി എന്ന ചോക്ലേറ്റ് ബായ് അതാണ് അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ. രണ്ടാം സിനിമയിലും 8 ഗാനങ്ങളാണ്. അതിൽ 8 ഗാനങ്ങളാണല്ലേ? ആ ശരി ശരി ശരി. ആഹാ. അപ്പൊ എന്താണ് 8ന്റെ പ്രത്യേകത? ഞാൻ ജനിച്ചിരിക്കുന്നത് 8-ാം തീയതിയാണ്. അതായത് നമ്മൾ ഏത് ദിവസമാണോ ജനിച്ചത് അത് നമ്മുടെ ഭാഗ്യ നമ്പറായിട്ട് വരും. അപ്പൊ ഞാൻ 8-ാം തീയതി ജനിച്ചുകൊണ്ട് എല്ലാ കാര്യം 8 എന്നാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നന്നാവും. അപ്പൊ ഞാൻ കാർ എടുക്കുകയാണെങ്കിൽ 8 കാറ്, വീട് എടുക്കുകയാണെങ്കിൽ 8 വീട്, കല്യാണം കഴിക്കുകയാണെങ്കിൽ 8 ഭാര്യമാർ. അയ്യോ അത് മാത്രം വേണ്ട, കല്യാണം കഴിക്കുകയാണെങ്കിൽ 1 മതി. 1.5 തന്നെ കൊണ്ടു നടക്കാനുള്ള കഷ്ടകാലം നമുക്ക് ഊഹിക്കാൻ. അപ്പൊ ഭാര്യ ഒഴിച്ച് എല്ലാം 8 എന്നാണ്. ഭാര്യ മാത്രം 1. അത് വിജയിക്കുന്നതാണ് ആണല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ 8 നായികമാരെ വെച്ച് ഈ നായികമാരെയൊക്കെ 8 നായികമാരുടെ ഡാൻസ് സീനുണ്ടോ? എടുത്ത് പൊക്കുന്ന സീനൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ അതൊരു വിവാദമായി. നായികമാരെ എടുത്ത് പൊക്കുന്നതിനെ കുറിച്ചൊക്കെ സത്യം അമ്മ തന്നെ അതിനെ കുറിച്ച് എന്താ? സിറ്റുവേഷൻ അനുസരിച്ച് പൊക്കുകയാണ് സംഭവം. വെറും 45 കിലോ ഉള്ള ഞാൻ 70 കിലോ ഉള്ള നായികമാരെയൊക്കെ പിടിച്ച് പൊക്കുമ്പോഴുള്ള റിസ്ക് നിങ്ങൾ ആലോചിക്കണം. മാത്രമല്ല ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട ഒരു നായികയെ പൊക്കുമ്പോഴുള്ള സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ആ കുട്ടി എങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വീണിരുന്നെങ്കിൽ എന്താവുമായിരിക്കും? എത്ര വലിയ നഷ്ടമാണെന്നറിയോ? അവര് പുതുതായിട്ട് ടൈൽസ് വിരിച്ചിരിക്കുക നിരത്ത്. അതെങ്ങാൻ വീണ് വല്ല ടൈൽസും പൊട്ടിയാ നഷ്ടപരിഹാരം ഞാൻ കൊടുക്കട്ടെ. അതാണ് പെണ്ണ് വീടുന്നതല്ല കാര്യം, ടൈൽസ് പൊട്ടുന്നതാണ് കാര്യം. പണ്ട് ലേശം ജിംനാഷ്യത്തിന് പോയതുകൊണ്ട് പുഷ്പം പോലെ പൊക്കി എന്നുള്ളത് സത്യമാണ്. ജിംനാസ്റ്റിക് ആണോ? ജിംനാസ്റ്റിക് ഒന്നും അല്ല, പക്ഷെ ഞാൻ വെയിറ്റ് ലിഫ്റ്റിംഗ്. നമുക്കൊന്ന് പഞ്ച് പിടിച്ചാലോ? ചുമ്മാ ഒന്ന് പഞ്ച് പിടിക്കാം പ്ലീസ്. ആ മ്യൂസിക് മ്യൂസിക്. ഒരു കാര്യത്തിലും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഇന്ത്യയില് ഒരുത്തരുണ്ടാകും. ഇന്ത്യയിൽ ഒരുത്തരും ഉണ്ടാവില്ല. ഇത് സാധാരണ അതാണ് ഈ എല്ലാം കൂടി കൊടുത്തതെന്ന് പറയുമ്പോൾ നമ്മള് പലപ്പോഴും നമ്മള് ബുദ്ധിയും ശക്തിയും ഒക്കെ റിയലി അപ്രീഷിയേറ്റ് ചെയ്യും. എനിക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മള് ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞു ഫൈറ്റ് സീനൊക്കെ. ഫൈറ്റ് സീനെല്ലാം ഞാൻ എല്ലാം ഒറിജിനൽ എന്നാണ് എന്റെ തിയറി. അപ്പൊ അത് വെച്ചിട്ട് സാധാരണ നമ്മളിപ്പോ ബെഡൊക്കെ താഴെ ഇട്ടിട്ടാണ് സിനിമയിൽ ഫൈറ്റ് ചെയ്യാം. കാരണം നമ്മൾ കൈയും കാലം ഒടിഞ്ഞു പോലും. പക്ഷെ ഞാൻ എന്റെ 8 തല്ലുണ്ട്. 8 തല്ലെന്ന് പറഞ്ഞാൽ വലിയ സ്റ്റണ്ട് എന്നൊന്നും പറയാനില്ല. സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു സ്റ്റണ്ട് കണ്ടിട്ട് എന്റെ ദാറ്റ് ഈസ് ട്രെയിലറിലെ സ്റ്റണ്ട് കണ്ടിട്ട് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. ഏട്ടാ നിങ്ങൾ സിനിമയൊന്നും കാണല്ലേ, ഇതൊക്കെയാണോ സ്റ്റണ്ട്? ഞാൻ ചോദിച്ചു പിന്നെ എന്താ സ്റ്റണ്ട്? അപ്പൊ അവൻ പറഞ്ഞു നായകൻ എന്ന് പറഞ്ഞ ഒറ്റയടിക്ക് 50 ആളെ തള്ളിയിടണോ, ഇതൊക്കെയാണ് സ്റ്റണ്ട്. നായകൻ ഇങ്ങനെ തൊട്ടാൽ തന്നെ പറന്ന് വീഴും. ഇത് നിങ്ങളെ സിനിമയിൽ എന്ത് നായകനെ കുറെ ഇങ്ങോട്ട് ഇട്ടു, നായകനൊരു അടിയെടുത്ത് കുറെ എണ്ണത്തിന് അങ്ങോട്ട് തല്ലു, ഇതൊക്കെ അടിയാണോ? അപ്പൊ ഞാൻ ചോദിച്ചു എടാ നിന്നെപ്പോ ഒരാൾ, നീ സിനിമയിലെ നായകനെ വിട്, നിന്നെപ്പോ ഒരാൾ റോട്ടിൽ നിന്ന് തല്ലിന്ന് വിചാരിച്ചോ, നീ എങ്ങനെ കൈകാര്യം ചെയ്യും? അത് സന്തോഷ് സാറിന്റെ നായകൻ കൈകാര്യം ചെയ്ത പോലെ ഞാൻ ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് റിയാലിറ്റി. യാഥാർത്ഥ്യത്തിലേക്കാണ് അദ്ദേഹം കടന്നിരിക്കുന്നത്. അതാണ് നമ്മള് ഈ പലപ്പോഴും അതിഭാവൂത്വം ജനിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ നായകന്മാർ പെരുമാറുന്നത്. അല്ല അത് തീർച്ചയായും കണ്ടിട്ട് നമ്മുടെ ആളുകളെ വിചാരിച്ചു അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ പറയുന്നു നമ്മളിപ്പോ റോട്ടിൽ നിന്ന് ഒരാൾ തല്ലുകയാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക? അവിടെ കല്ലോ മണ്ണോ എന്തെങ്കിലും കിട്ടിയെടുത്തൊക്കെ അടിക്കും. കുറേ അങ്ങോട്ടും കിട്ടും, കുറേ അങ്ങോട്ടും. സാധാരണ മനുഷ്യന്മാർക്ക് ഇങ്ങനെ വീഴുന്ന സമയത്തൊക്കെ നെഞ്ചിടിച്ച് വീഴുവോ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുറെ പരിക്ക് പറ്റിയിട്ടുണ്ട്, എനിക്കടക്കം കുറെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതേപോലെ ഞാനല്ലാത്തൊരു സീനിൽ ഏറ്റവും വലിയ വിറ്റ് തോന്നിയും ഞാനല്ലാത്തൊരു സീനിൽ ഒരു അടി തരാം. അപ്പൊ ഞാൻ ലൈവായിട്ടൊക്കെ എടുക്കുക. അവസാനം ഞാൻ പറഞ്ഞു നല്ല രസമുണ്ട്, ശരിയടാ കട്ട്, ഇവിടെ തുടരാണ് അടി. കട്ട് പറഞ്ഞിട്ടൊന്ന് അടി തുടരുന്നു. അവസാനം ഒരുവിധം പെരുമാറിയൊക്കെ പിടിച്ചു മാറ്റി. എന്താടാ കട്ട് പറഞ്ഞാൽ നിർത്തണ്ടേന്ന് അവൻ പറയാ, എനിക്ക് ശരിക്കും മാൻസ് ഇതിനാണ് അടി. അപ്പോ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് എനിക്കറിയാം ആ ഇന്റർവ്യൂവിൽ ഞാൻ വായിച്ചു അങ്ങ് നമ്മുടെ പ്രിയങ്കരനായ ലാൽ സാറിന്റെ ആരാധകനാണ് മനസ്സിലായി. ലാൽ സാർ വെച്ചൊരു സിനിമ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ?
ഒരവസരം തീർച്ചയായിട്ടും കൃഷ്ണന്റെ ആദ്യം ഒരു ഹിറ്റായി കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ചെന്ന് കാണുന്ന ലാലേട്ടനെ ആയിരിക്കും. ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യണമെന്നുണ്ട്. പ്രധാനമായിട്ടും ഞാൻ വിചാരിക്കുന്നത് മറ്റുള്ള പല തീർച്ചയായിട്ടും അദ്ദേഹത്തെ നായകനാക്കിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം തീർച്ചയായിട്ടും. മാത്രമല്ല ഞാൻ വിചാരിക്കുന്നത് കുറച്ചും കൂടി ഡയറക്ഷൻ സൈഡിലേക്ക് മാറിയാലോ എന്നുള്ള ഐഡിയ ഉണ്ട്. കുറച്ചുകൂടി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം, മറ്റുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഈ അഭിനയിക്കുക കൂടെ ചെയ്യുന്നതുകൊണ്ടാണ്. തീർച്ചയായും ലാലേട്ടൻ ഈ അടുത്തൊരു ദിവസം നമ്മുടെ പ്രണയം സിനിമയിൽ ഇംഗ്ലീഷ് ഒരു സോങ് പാടിയിരുന്നു. ഒരു വെസ്റ്റേൺ ടൈപ്പ് ഒരു സോങ് പാടിയിരുന്നു അദ്ദേഹം. അപ്പൊ അത് നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിന് അതൊരു അത്ഭുതമായിരുന്നു. മറന്നുകൊണ്ടല്ല, ആ ഒരു പ്രൊനൗൺസിയേഷനും ആ ഒരു സ്റ്റൈലൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. അപ്പൊ അതൊരു അത്ഭുതമായി മാറിയപ്പോഴാണ് ഞാൻ ഇന്ന് അന്തം വിട്ടുപോയത്. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് ജി ഗംഭീരമായിട്ട് പാടും. ഒന്ന് പാടിയാ പ്ലീസ്, ആ ഇംഗ്ലീഷ് സോങ്. ആ പാട്ടല്ല, അങ്ങൊരു ഇംഗ്ലീഷ് പാട്ട്. പിന്നെ അല്ലാതെ നമ്മൾ അത് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങയുടെ സിനിമയിലേക്ക് വേണ്ടി ചെയ്തല്ലേ ആ 8 എണ്ണത്തിൽ ഒരെണ്ണം. ഇത് ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായ്. ജിത്തുബായ് പേരൊന്നും പറയുമ്പോ ജിത്തുബായ്. ഇവര് പുതിയ പയ്യന്മാരാണ്ട് എന്റെ പൊന്നു മക്കളെ. ഇവന്റെ എവിടെ കണ്ടായിരുന്ന വായിച്ചേ ആഗോളമാന്ദ്യം മണ്ണാങ്കട്ട അങ്ങനത്തോനാ. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇടയ്ക്ക് ഒരു ചെറിയ എല്ലാത്തിനോടും ഒരു പുച്ഛം അവർക്ക്. ഇല്ലല്ല. അപ്പൊ സാർ പറയുമ്പോ ഒന്ന് ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായ്. ഒന്നൂടാ ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായ്. ഈ സിനിമയിൽ 8 ഗാനങ്ങളാണുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനും ആരാധകരും തമ്മിൽ നല്ലൊരു കണക്ഷനാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ആരാധകർ അവരുടെ വളരെ ലൈവായിട്ട് അവരുടെ ഐഡിയാസ് മനസ്സിലാക്കി അവർക്ക് വേണ്ടി സിനിമ എടുക്കാൻ. ഞാൻ അങ്ങനെയാണ് ഐഡിയ വിചാരിക്കുന്നത്. അപ്പോൾ പല ആളുകളും എന്നോട് പറയട്ടെ, സന്തോഷ് സാർ ഒരു ഇംഗ്ലീഷ് പാട്ട് വേണം. അങ്ങനെയാണ് ഈ ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായ് എന്ന സിനിമയിൽ ഒരു ഇംഗ്ലീഷ് പാട്ട് വരുന്നത്. ആ പാട്ട് ഞാൻ ചെറിയ തോതിൽ ഒന്ന് പാടാം. Music is the name of love, love. Puppy, your name is love, love. Kissing is the part of love, love. Marry is the result of love, love. You are my Jackson, Michael Jackson. You are my lover, crazy lover. Music is the name of love, love. Puppy, your name is love, love. Don't cheat a lovable heart when you feel that need. Don't love a lovable heart when you feel that love. Don't miss a lovable heart when you feel that love. You are my Jackson, Michael Jackson. You are my hero, superhero. Music is the name of love. Puppy, your name is love. Sing is the part of love. Berry is the result of love. You are my Jackson, Michael Jackson. You are my lover, crazy lover. Thank you, thank you. വാലും തലയും